നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചില ചരിത്ര സംഭവങ്ങളാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതുവരെയും എൻ്റേതായിരിക്കുന്ന വീഡിയോ കണ്ടവർക്കും എനിക്ക് കമൻറ്റുകളൊക്കെ എഴുതി പ്രോത്സാഹിപ്പിച്ചവർക്കൊക്കെ വളരെ നന്ദിയുണ്ട്. ചരിത്രത്തിലെ രേഖപ്പെടുത്താതായിരിക്കുന്ന അനേക സംഭവങ്ങൾ നാം അറിയുന്നുണ്ട്. അത് കഥകളായിട്ടും ഒക്കെയാണ് നാം അറിയുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടേതായിരിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യ ഭരണത്തിൻ്റെ കീഴിലാണ്. എന്നാൽ ഇതിനു മുമ്പ് കേരളം ഏകദേശം 568 നാട്ടുരാജ്യങ്ങളാൽ വിഭജിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ സവർണര് ദളിതരുടെ മേൽ ഏകദേശം 110 കരങ്ങളാണ് അടിച്ചേൽപ്പിച്ചിരുന്നത്. അതിൽ ചില കരങ്ങൾ ഞാനൊന്ന് പറയാം. താടിക്കരം, തലക്കരം, മുലക്കരം. താടിക്കരം എന്ന് പറഞ്ഞിരുന്നാൽ പുരുഷന്മാർ താടിമീശ വടിക്കാൻ പാടില്ല, വടിച്ചാൽ കരമടയ്ക്കണം. തലക്കരം എന്ന് പറയുമ്പോൾ തലമുടി വെട്ടാൻ പാടില്ല, തലമുടി വെട്ടിയാൽ അതിന് കരം അടച്ചിരിക്കണം. മുലക്കരം എന്ന് പറയുമ്പോൾ മാറ് മറയ്ക്കാൻ പാടില്ല, സ്ത്രീകൾ മാറ് മറയ്ക്കുകയാണെങ്കിൽ അതിന് കരമടയ്ക്കണം. ഇതാണ് ചില കരങ്ങൾ. ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് എന്ന് പറയുന്ന ദേശത്ത് നങ്ങോലി എന്ന് പറയുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. ദളിത് സ്ത്രീയാണ്. ഒരു വേളയിൽ ചില സവർണര് കരം ചോദിച്ച് ഈ നങ്ങോലിതായിരിക്കുന്ന സമീപത്തെത്തി. അപ്പോൾ ഈ നങ്ങോലി പറഞ്ഞു, ഞാൻ 3 ദിവസമായ ആഹാരം കഴിച്ചിട്ട് എന്ന് ദുഃഖം പറഞ്ഞു. ഇവര് കടന്നിരുന്ന വേളയിൽ 1 വയസ്സ് പ്രായമുള്ളതായിരിക്കുന്ന ഒരു കുഞ്ഞിന് മുല പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഈ കുഞ്ഞ് മുല കുടിക്കുന്നെങ്കിൽ അതിന് പാലില്ല എന്ന് പറഞ്ഞു. എന്നാൽ സവർണര് നിർബന്ധിച്ചു. അപ്പോഴ് ഈ നങ്ങോലി എന്ത് ചെയ്യുന്നറിയാമോ? സമീപത്ത് കിടന്നായിരിക്കുന്ന ഒരു പിച്ചാത്തി എടുത്തൊരു മുല അറുത്ത് അവിടെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ മേലാൽ ഇനി ഒരിക്കലും നിങ്ങൾ കരം ചോദിച്ച് വരേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു. ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ രക്തം വാർന്ന് മരണപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ 1 വയസ്സ് പ്രായമുള്ളതായിരിക്കുന്ന ഈ കുഞ്ഞിനെ അവിടെ ബന്ധുക്കൾ എടുത്തു വളർത്തി. പിന്നീട് ഹരിപ്പാട് തന്നെ ഒരു ചെറിയ ഗ്രാമത്തിൽ കൊണ്ടുവന്ന് ഈ നങ്ങോലിയുടേതായിരിക്കുന്ന ശവം സംസ്കാരം ചെയ്തു. ആ സ്ഥലത്തിന് ഇന്ന് മുലച്ചിപ്പറമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തൊരു ചരിത്ര സംഭവം എന്ന് പറയുമ്പോൾ നീലി എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീ. ഈ സ്ത്രീ ഒരു നമ്പൂതിരി ചെറുക്കനുമായിട്ട് സ്നേഹത്തിലായി. അപ്പോൾ ആരംഭത്തിൽ തന്നെ നീലി ഈ നമ്പൂതിരി ചെറുക്കനോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ സ്നേഹിക്കാനൊന്നും പാടില്ല, ഒരിക്കലും നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കുവാൻ കഴിയുകയില്ല, നിങ്ങളുടെ ആയിരിക്കുന്ന ആൾക്കാർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് നമ്മൾ ഇവിടെ വെച്ച് തന്നെ നിർത്തണമെന്ന് പറഞ്ഞു. എങ്കിൽ തന്നെയും പിന്നീട് ഈ നീലിയും ഈ നമ്പൂതിരി ചെറുക്കനുമായിട്ട് വളരെ ആത്മാർത്ഥമായ സ്നേഹത്തിൽ ആയി. അങ്ങനെ നീലിയെ വിവാഹം കഴിക്കുമെന്നുള്ളതായിരിക്കുന്ന ധാരണയിൽ ഒരു വേളയിൽ ഈ തമ്മിൽ മനസ്സും ശരീരവും പങ്കുവെച്ചു. ഈ നീലി ഗർഭിണിയായി. അപ്പോൾ 6 മാസം ഗർഭിണിയായിരിക്കുന്ന നീലിയെ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ളതായിരിക്കുന്ന മാനദണ്ഡത്തിൽ തൻ്റെതായിരിക്കുന്ന കുടിയിൽ നിന്ന് നീലിയെ വിളിച്ചിറക്കിക്കൊണ്ട് ഇവർ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് നീലി സൂക്ഷിച്ചിരുന്നതായിരിക്കുന്ന പണസഞ്ചിയിലുള്ളതായിരിക്കുന്ന നാണയത്തൊട്ടുകളും പണസഞ്ചികളും ഒക്കെ കൂടെ എടുത്തിരുന്നു. അങ്ങനെ വളരെ ദൂരെ യാത്ര ചെയ്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇവർ വിശ്രമിക്കുകയാണ്. നീലി വളരെ ക്ഷീണിതയായി, നല്ല ഉറക്കമായി. അപ്പോഴേ ഈ നീലി ക്ഷീണം കൊണ്ട് ഈ നമ്പൂതിരി ചെറുക്കൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയാണ്.
ആ ഉറക്കം ക്ഷീണതയായതുകൊണ്ട് 6 മാസം പ്രായമുള്ളതായിരിക്കുന്ന 6 മാസം ഗർഭിണിയായിരിക്കുന്ന ഈ നീലി വളരെ ക്ഷീണിച്ചു ഗാഢ നിദ്രയിലായി. എന്നാൽ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നീലിയുടേതായിരിക്കുന്ന ഉറക്കം നഷ്ടപ്പെടുത്താതെ പതുക്കെ തലയെടുത്ത് മണ്ണിൽ വെച്ചിട്ട് ഈ നീലി ഉറക്കം ഉണരാതെ മെല്ലെ ഒരു വലിയ കല്ലെടുത്തു കൊണ്ടുവന്ന് നീലിയുടേതായിരിക്കുന്ന ശിരസിലിട്ടു. തല ചിതറി ഈ 6 മാസം ഗർഭിണിയായിരിക്കുന്ന നീലി കൊല്ലപ്പെടുവാനായിട്ടിടയായി തീർന്നു. പിൽക്കാലങ്ങളിൽ ഈ നീലി അടക്കം ചെയ്തായിരിക്കുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിത് അവിടെ ആരാധനയും ഒക്കെ നടത്തുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പഞ്ചമി എന്ന് പറയുന്നതായിരിക്കുന്നൊരു കൊച്ചുകുട്ടിയുടേതായിരിക്കുന്ന കാര്യമാണ്. മഹാനായിരിക്കുന്ന അയ്യങ്കാളി ജീവിച്ചിരുന്ന വേളയിൽ ഈ പഞ്ചമി എന്ന് പറയുന്നതായിരുന്ന കുഞ്ഞിനെ വിളിച്ചു കൊണ്ടുവന്ന് സ്കൂളിൽ ചേർക്കുവാനായിട്ട് പോയി. എന്നാൽ സ്കൂളിൽ അധികൃതർ ഈ പഞ്ചമിക്ക് പ്രവേശനം കൊടുത്തില്ല. ഇത് അയ്യങ്കാളിയുടെ മനസ്സിൽ വലിയ വേദന ഉളവാക്കി. താൻ പിന്നീടൊരു ഓല ഷെഡ് പണിതു. ഈ ഓല ഷെഡ് അവിടുത്തെ സവർണര് തീവയ്ക്കും, വീണ്ടും താൻ ഈ പള്ളിക്കുടം പണിയും. അങ്ങനെ വീണ്ടും ഇവർ തീവയ്ക്കും. ഇങ്ങനെ ഒരു തുടർക്കഥയായി മാറുവാനായിട്ടിടയായി തീർന്നു. അപ്പോഴെനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നമ്മുടേതായിരുന്ന പൂർവികരന്മേൽ ഈ മാടമ്പികൾ 110 കരം അടിച്ചേൽപ്പിച്ചുവെങ്കിൽ നമ്മുടെ ആയിരുന്ന വരും തലമുറകളുടെ മേൽ ധാരാളം കരങ്ങൾ അടിച്ചേൽപ്പിച്ച് ദണ്ഡിപ്പിക്കുവാൻ സാധ്യതയേറെയാണ്. ആയതുകൊണ്ട് ഓരോ ദളിതരും ഓരോ അയ്യങ്കാളിയായി മാറണമെന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.